ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ആ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. തീ ഒരുപാട് കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഈ മുരിങ്ങയില നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഈ മുരിങ്ങയില നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. ഈ മുരിങ്ങയില വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി അല്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഈ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയില വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം. മുരിങ്ങയിലേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം നിപ്പുണ്ട് അടിയിൽ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. തീ കുറച്ച് വെച്ച് വേവിച്ചപ്പോൾ ആവി വീണതാണ്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. തുറന്നു വെച്ച് വേവിച്ചാൽ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റുന്നതാണ്. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് മുരിങ്ങയിലയിൽ എല്ലായിടത്തും പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുപാട് തീ കൂടി പോവരുത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഈ തോരനിൽ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുരിങ്ങയിലയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഗർഭിണികൾക്കും കുട്ടികൾക്കും ഒക്കെ മുരിങ്ങയില കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുരിങ്ങയിലയിൽ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത ചെറുപയറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിലാണ് വേവിച്ചെടുത്ത ചെറുപയർ ചേർത്ത് കൊടുക്കുന്നത്. തോരന് വേണ്ടി ചെറുപയർ വേവിക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകരുത്. പാകത്തിന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ചെറുപയർ ചേർത്ത ശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ചെറുപയർ മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. മുരിങ്ങയില കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ തോരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.